ശ്രീ സി ആർ നീലകണ്ഠൻ, അടിയുറച്ച പാർട്ടിക്കാർക്കെന്നല്ല, ഏതെങ്കിലും ഒരു കാലത്ത് വിദ്യാർത്ഥി കാലയളവിലെങ്കിലും ഇടതുപക്ഷ വഴിയിൽ സഞ്ചരിച്ച എല്ലാവർക്കും രക്തസാക്ഷി എന്ന് പറയുന്നത് വല്ലാത്തൊരു വൈകാരികതയാണ്. ആ വൈകാരികതയ്ക്ക് അർത്ഥമുണ്ടോ, അത് കാൽപ്പനികമാണോ എന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യം. സി ആർ ഇവിടെ ഒരു കുഞ്ഞികൃഷ്ണൻ പറയുന്നതല്ല, ഒരു രക്തസാക്ഷിയുടെ സഹോദരൻ തന്നെ നേർക്കുനേർ പറയുകയാണ് തട്ടിപ്പ് നടത്തിയ ആളെ വലിയ പിന്തുണയിൽ പിന്നെയും വലിയ വലിയ പദവികളിലേക്ക് ആനയിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനെ പറ്റി പറയുകയാണ്. ആർക്കും ബോധ്യമാവാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയാവുമോ ഇനിയും സി ആർ? അല്ല, അവിടെയാണ് ഇപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി ഒരു ജനാധിപത്യ ഘടനയിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയും പോലെ ഭരണഘടന അംഗീകരിക്കാം എന്നതുകൊണ്ടാണ് അവർക്ക് ഇലക്ഷൻ മത്സരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു ഒളിവ് സങ്കേത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, ഇപ്പോൾ ഒരു ബോൾഷെവിക് പാർട്ടിയോ ഒരു മാവോയിസ്റ്റ് പാർട്ടിയോ ഒന്നുമല്ല, ഒളിച്ചിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ CPMൻ്റെ ഘടനയ്ക്ക് അടിസ്ഥാനപരമായൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ KK രാഗേഷ് പത്രസമ്മേളനം നടത്തി പ്രയോഗിച്ച ഒരു കാര്യം ജനാധിപത്യ കേന്ദ്രീകൃത ജനാധിപത്യവും കുറേ പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ അതെന്ന് പറഞ്ഞാൽ മോളി എന്ന് പറയുന്നത് പച്ചയാണ്, രാത്രിയാണെങ്കിൽ രാത്രി, പകലാണെങ്കിൽ പകൽ അംഗീകരിച്ചോളണം, പുറത്ത് മിണ്ടാൻ പാടില്ല, എന്ത് ചെയ്താലും പുറത്ത് മിണ്ടാൻ പാടില്ല, പുറത്ത് വരില്ല. ഇന്ന് അങ്ങനെ ഒരു പാർട്ടി ഘടന ഇല്ല സത്യത്തിൽ. കാരണം നിങ്ങൾക്ക് തന്നെ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാം, പോളിറ്റ് ബ്യൂറോ കൂടുമ്പോൾ പോലും നിങ്ങൾ ഇത് ഇടാറുണ്ട്, എന്താ പറയുക, ഹൈലൈറ്റ് ഇടാറുണ്ട്, അവിടെ ഇന്ന ചർച്ച വന്നു അല്ലെങ്കിൽ ഇന്ന ആൾ ചർച്ച വന്നു, സ്റ്റേറ്റ് കമ്മിറ്റി ഒക്കെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഉറുക്ക് പോലെ ഉറച്ച് ആരും അറിയാതെ കേന്ദ്ര നേതൃത്വം പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് മിണ്ടാതെ വേണമെങ്കിൽ പാർട്ടിക്കകത്ത് പറഞ്ഞോളൂ, പാർട്ടിക്കകത്ത് നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ KK രാഗേഷ് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് കണക്ക് പറയേണ്ട കാര്യമില്ല. ഇവിടെ വളരെ വളരെ ലളിതമാണ് കാര്യം. 10 ലക്ഷം രൂപ രക്തസാക്ഷി ഫണ്ട് പിരിച്ചുവെങ്കിൽ ആ 10 ലക്ഷം രൂപ അതിലെത്ര കാര്യം രക്തസാക്ഷിക്ക് കൊടുത്തു, എത്ര കാര്യം അമുക്കി ആളാര്, അയാൾ എന്തുകൊണ്ട് കൊടുത്തില്ല. ഇപ്പോൾ പറയുന്ന ന്യായീകരണം നമ്മൾ ഇന്നലെ കുഞ്ഞികൃഷ്ണൻ്റെ ഇതൊക്കെ ഒരുപാട് കേട്ടതും ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ അതിൽ തന്നെ പറയുന്ന ഒരു കാര്യം പോലെ 2017 പണി തീർന്ന കെട്ടിടത്തിന് 2024 ചിലവ് കൂടി എന്ന് പറഞ്ഞ് ഒരു കണക്കുണ്ടാക്കുന്നു. വരവ് കൂടി കണ്ടുപിടിച്ചപ്പോൾ ചിലവ് കൂടിയെന്ന്. ഇത്രയും വിചിത്രമായ വാദങ്ങൾ ഉന്നയിച്ച് ഇതിനെ നേരിടാൻ കഴിയും ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ. ഞാൻ പറയുന്നത് CPM അതിൻ്റെ ഘടനയിൽ ഇത്തരത്തിലുള്ള ഏകാധിപത്യപരമായ ഘടന മാറണം. ഇപ്പോൾ കോൺഗ്രസ് പോലെ മറ്റൊരു പാർട്ടി പോലെ തന്നെ അതുള്ളൂ, അതിനെ ഭരണഘടനാപരമായി എല്ലാ പാർട്ടികൾക്കും ഒരു അവകാശമുള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര ഫണ്ട് പിരിച്ചു, എത്ര കൊടുത്തു എന്നുള്ളത് കൃത്യമായി പറയാൻ ബാധ്യതയുണ്ട് ജനങ്ങളോടും. കാരണം വെച്ചാൽ പാർട്ടിക്കാരോട് മാത്രം പറയേണ്ട കാര്യമല്ല. രക്തസാക്ഷി ഫണ്ട് പലരും കൊടുത്തിട്ടുണ്ട്. ഞാൻ രക്തസാക്ഷി ഫണ്ട് പിരിച്ചിട്ടുണ്ട്, കെട്ടിട ഫണ്ട് പിരിച്ചിട്ടുണ്ട്. കെട്ടിട ഫണ്ട് പിരിക്കുകയും രക്തസാക്ഷി ഫണ്ട് പിരിക്കുകയും ചെയ്യുന്നത് പാർട്ടിക്കാരിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച്. ഇപ്പോൾ ഡൽഹിയിലെ AK ഗോപാലൻ കെട്ടിടം പണിയുന്ന കാലത്ത് ഞാനന്ന് വിദ്യാർത്ഥി നേതാവാണ്, വിദ്യാർത്ഥി പ്രവർത്തകനാണ്. ഞങ്ങളന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്. എൻ്റെ കോളേജ് പ്രിൻസിപ്പലിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നല്ല, പക്ഷേ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെ AKGയുടെ പേരിൽ, അപ്പോൾ അദ്ദേഹം AKG ആണ്, എന്നാൽ ഞാൻ തരാം, അത് തരൂ. അപ്പോൾ തീർച്ചയായിട്ടും അവരോടൊക്കെ അക്കൗണ്ടബിളാണ് പാർട്ടി. ഒരു MLAയോ MPയോ മന്ത്രിയോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറോ ആവുന്നത് പാർട്ടി പറഞ്ഞ വോട്ട് കിട്ടുന്നതുകൊണ്ട് മാത്രമല്ല. എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ സുതാര്യമായൊരു ഘടനയുണ്ടായിരിക്കണം. അതില്ലാതിരിക്കുന്നത് അഴിമതിയിലേക്ക് വഴിവെക്കുമെന്നാണ് നമ്മളിപ്പോൾ ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ കാണുന്നത്. പാർട്ടിക്ക് ആരോടും പറയണ്ട. ഇപ്പം എൻ്റെ പാർട്ടി കമ്മിറ്റിയിൽ എനിക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് തെമ്മാടിത്തരവും ചെയ്യാം. എതിര് പറയുന്നവൻ ഇല്ലാതാക്കും, അല്ലെങ്കിൽ അവനെ പുറത്താക്കും, അല്ലെങ്കിൽ അവനെ ഒഴിവാക്കും. അതല്ല കേന്ദ്രീകൃത ജനാധിപത്യം. ഇവർ മണ്ടത്തര പറയണേ. അതുമല്ല യഥാർത്ഥത്തിൽ. ഈ കാര്യം വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ആ സഖാവ് പറയുന്നതനുസരിച്ചാണെങ്കിൽ എല്ലാ നേതാക്കൾക്കും എല്ലാ കമ്മിറ്റികൾക്കും കൊടുക്കുന്നു. ഈ കമ്മിറ്റികൾ ഇത് ചർച്ച ചെയ്ത് ഒരു വട്ടം ചർച്ച ചെയ്തു, അയാൾക്ക് എന്തോ ഒരു നടപടിയെടുത്തു. പിന്നെ നോക്കുമ്പോൾ അയാൾ നമ്മുടെ തലയുടെ മീതേക്കിടെ മുകളിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ കയറി പോകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നേരത്തെ ഈ ജോയി പറഞ്ഞ വിശദീകരണം വളരെ രസകരമാണ്. കൗണ്ടർ കേസ് കൊടുക്കാൻ വക്കീലന്മാർക്ക് വെറുതെ പൈസ കൊടുത്തു. ഞാൻ ചോദിക്കണത്, ഒരു ഫണ്ട് 5 ലക്ഷം രൂപ കൈവശം വയ്ക്കാൻ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ പിരിക്കാനും 5 ലക്ഷം രൂപ കൈവശം വയ്ക്കാനും അധികാരമുള്ള ഒരു പാർട്ടി സഖാവ് ഒന്നും അറിയാതെ ചില വക്കീലന്മാർക്ക് കുറേ കാശ് കൊടുത്തു എന്ന് പറഞ്ഞാൽ തലയ്ക്ക് വെളിവുള്ള നമ്മൾ വിശ്വസിക്കുമോ? എന്ത് കൗണ്ടർ കേസ്, ഏത് കേസ്, അങ്ങനെ പറയാൻ പറ്റുമോ? അതിനയാൾ ശിക്ഷിച്ചു. എന്തായാലും ശിക്ഷ, അയാൾ തൽക്കാലം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അയാൾ പിന്നെയും മുകളിലേക്ക് പോവാണ്. ന്യായമായും രക്തസാക്ഷി കുടുംബത്തിന് മാത്രമല്ല ഹാഷ്മീദ്, നമുക്കൊക്കെ വിഷമം ഉണ്ടാക്കില്ലേ? കാരണം പബ്ലിക്കിൽ നിന്ന് പിരിച്ച ഫണ്ട്, അത് കോൺഗ്രസ് പിരിക്കണതാവട്ടെ, CPM പിരിക്കണതാവട്ടെ, ലീഗ് പിരിക്കണതാവട്ടെ, BJP പിരിക്കണതാവട്ടെ, പബ്ലിക്കിൽ നിന്ന് പിരിച്ച ഫണ്ടിന് പബ്ലിക്കിനോട് അക്കൗണ്ടബിൾ ആണെന്ന് എന്ന് CPM പറയുന്നുവോ അന്നേ CPMനെ ജനാധിപത്യ പാർട്ടി എന്ന് എന്നാൽ മാത്രമേ ഇതിനൊക്കെ മറുപടി ആവുള്ളൂ. ഇപ്പം പയ്യന്നൂരിൽ പിരിച്ച എത്ര, ബാക്കി എത്ര, കൊടുത്ത എത്ര, ബാക്കി എത്ര എന്ന് 3 കണക്ക് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് മാത്രം പറയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.